ഹായ് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ശുഭാസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനിന്നൊരു വെറൈറ്റി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. മറ്റൊന്നുമല്ല, ചിക്കൻ ചമ്മന്തി. അപ്പോൾ വരൂ, നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ചിക്കൻ ചമ്മന്തിക്ക് ആവശ്യമായ സാധനങ്ങൾ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ എടുത്തു, വറ്റൽമുളക് വറുത്തെടുത്തതാണ്, ഉപ്പ്, ചെറുള്ളി. ഇനി അതിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റായ ചിക്കൻ, അത് മസാല ചേർത്ത് ആദ്യം പുരട്ടി വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാൻ എണ്ണയിൽ വറുത്തെടുത്തതാണ്. അതും അത്രയും സാധനങ്ങളാണ് നമുക്ക് ചിക്കൻ ചമ്മന്തിക്ക് വേണ്ടത്. ഞാൻ അരകല്ലിലാണ് ചമ്മന്തി അരയ്ക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് മുളക്, ഉപ്പ് തുടങ്ങിയവ ആദ്യം അരച്ചെടുക്കാം. നമുക്ക് അടുത്തായിട്ട് തേങ്ങ അരച്ചെടുക്കാം. ഏറ്റവും ലാസ്റ്റ് ഉള്ളി അരച്ചാൽ മതിയാവും. തേങ്ങയോടെ അരച്ചതിന് ശേഷം ഉള്ളിയും ചേർത്ത് അരച്ചെടുക്കാം. അരച്ചെടുത്ത തേങ്ങയിലേക്ക് നമുക്ക് ലാസ്റ്റ് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പൊ ചമ്മന്തി അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഒരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ചിക്കൻ പീസുകളൊന്നും നമുക്ക് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നന്നായിട്ട് അരിഞ്ഞു പോവരുത്, പൊടി പൊടിയായി കിട്ടുന്ന രീതിയിൽ വേണം ക്രഷ് ചെയ്യാനായിട്ട്. അപ്പോൾ ജസ്റ്റ് 1-2 തവണ ഒന്ന് കറക്കിയാൽ മതിയാവും. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. ഇനി നമുക്ക് വറുത്ത് പൊടിച്ചെടുത്ത ചിക്കൻ അതിലേക്ക് ആഡ് ചെയ്യുന്നു. നന്നായി ഇളക്കി കൊടുത്ത് ഒന്നൊരു ചെറിയ ബ്രൗൺ കളറിലേക്ക് വീണ്ടും വരുന്നത് പോലെ തന്നെ ഒന്ന് വറുത്തെടുക്കുക. ഇപ്പോൾ വറുത്ത ചിക്കനിലേക്ക് ചമ്മന്തി ആഡ് ചെയ്യുകയാണ്. ചമ്മന്തി ഇട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എല്ലാം കൂടി യോജിപ്പിച്ചിട്ട് വീണ്ടും നന്നായി ഇളക്കി വേണം. ചമ്മന്തി ഇവിടെ നന്നായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ചമ്മന്തി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ സ്വാദിഷ്ടമായ ഒരു വെറൈറ്റി ചമ്മന്തി ഉണ്ടാക്കണമെന്ന് തോന്നുന്നവർക്ക് ഇതാ ഇപ്രകാരം ചെയ്യാം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു.